ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു MPXD എന്ന് പറയുന്നൊരു യൂട്യൂബർ ഒരു ഹായ് ചോദിച്ചായിരുന്നു. അപ്പോൾ അയാൾക്ക് ഇതൊരു ഹായ്. വീറ്റ് ഫാം ഒന്നും അധികം വലുതായിട്ടൊന്നുമില്ല. ഞാൻ കാരണം വേൾഡിൽ ഇന്നലത്തേന് ശേഷം കയറിയിട്ടില്ല. അങ്ങനെ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്ന ട്രേഡിംഗ് ഹാൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. എന്നാ പശു തിന്നോ. ഈ ഒരു സ്ഥലത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും ഇച്ചിരി വലുതാണ്. ഞാൻ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി വലുതായി പോയി, അതാണ് പറ്റിയത്. പക്ഷെ കുഴപ്പമില്ല, ഇത് നല്ല രസം ഉണ്ടാവും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. ഈ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ റിസോഴ്സസ് കളക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഡീപ്പ് സ്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡീപ്പ് സ്ലേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മറ്റേ താഴത്തെ കേവിലോട്ട് പോവാണ്. ഓക്കെ, ഞാൻ വേണ്ടത്ര ഡീപ്പ് സ്ലേറ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോവാണ്. അവസാനം 1.5 മണിക്കൂറായിട്ട് എടുത്തിട്ടുണ്ടാവും ഞാൻ ഈ സാധനങ്ങൾ മൊത്തെടുക്കാൻ. അപ്പം ഇനി എന്തായാലും ഞാനിതിവിടെ എടുത്ത് ഇവിടെ നിന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഇതെന്താ നിങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു നമ്മുടെ റീപ്ലൈ മോഡ്. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയം എടുത്ത്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് എൻ്റെ പിറ്റേ ദിവസമാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം അത്ര സമയം എടുത്ത് ഇതുണ്ടാക്കാൻ. മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഉണ്ടാക്കാൻ ഞാൻ വെച്ചിരുന്ന ആ ഡിസൈൻ അത്രയ്ക്ക് പോരായിരുന്നു, ആദ്യത്തെ ഡിസൈൻ. പിന്നെ ഇത് ഡിസൈനും ചെയ്ത് ഐറ്റംസ് കളക്റ്റും ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം എഡിറ്റ് വിചാരിച്ച്. അപ്പം ഇനി എന്തായാലും നിങ്ങളിത് കണ്ടോ. ഞാൻ ഇനി വോയിസ് ഓവർ ചെയ്യുന്നില്ല. എനിക്ക് വീണ്ടും ഒരു പണി കിട്ടി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഗെയിം ഒന്ന് ക്രാഷ് ആയപ്പോൾ ഈ ഒരു ലാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആയി. അതിലൂടെ നമ്മുടെ അയൺ ഫാം അങ്ങ് തകർത്തിട്ടുണ്ട്. അയൺ ഫാം 2 ആയിട്ടുണ്ട്. ഇതാ, ഒരു പകുതി ഇവിടെ, ഒരു പകുതി ഇവിടെ. ഈ പൊട്ടറ്റോ ഫാമിനും പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതിയും പോയിട്ടുണ്ട്. പിന്നെ വില്ലേജേഴ്സൊക്കെ ഇറങ്ങി പുറത്ത് നടക്കുന്നുണ്ട്.
ഓക്കെ അവന്മാർ വെച്ച് തീർത്തിട്ടുണ്ട്. പക്ഷെ പണി എന്ത് കിട്ടിയ ഇവിടെ ചെസ്റ്റ് അങ്ങ് പോയി ആ ഒരു ഇതിൻ്റെ കൂടെ. അങ്ങനെ ട്രേഡിംഗ് ഹാൾ ഞാൻ പണി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ലുക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കല്ല് ഇവിടെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും മര്യാദയ്ക്ക്. പക്ഷെ നല്ല ലുക്കുള്ള ഒരു ബിൽഡിംഗ് ആണ്. എന്തായാലും വില്ലേജേഴ്സ് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് ആയിരുന്നുള്ളൂ. എൻ്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് ആ ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ആക്കണം, വെൻഡിങ് എല്ലാം ചെയ്യണം. പിന്നെ അകത്തൊന്നും ആക്കിയിട്ടൊന്നുമില്ല, അതെല്ലാം അടുത്ത എപ്പിസോഡിൽ തന്നെ ചെയ്യാം, ഇൻറ്റീരിയറും എല്ലാം. ഈ ഫാമൊക്കെ ഞാൻ റെഡി ആക്കിക്കോളാം. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ പോവാണ്. അടുത്ത എപ്പിസോഡ് വരെ ടാറ്റ ബൈ ബൈ.